ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് ബാസ്മതി റൈസാണ് 1 കപ്പ്. ഞാൻ 250 ml കപ്പിൻ്റെ അളവാണ് പറയുന്നത്. അത് നമുക്ക് ബാസ്മതി റൈസ് 1-2 പ്രാവശ്യം കഴുകിയിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കുതിർത്ത് വയ്ക്കാം വെള്ളത്തിൽ. ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് ബദാം ഒരു 12 എണ്ണം ഞാനിതുപോലെ പകുതിയായി മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം. കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 12 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ഞാൻ അളവ് പറയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ല ഹെൽത്തിയായ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത ശേഷം നമുക്ക് നമ്മുടെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. അതും ചേർത്ത് നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്ത ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക്. പിന്നെ അതേ പാനിലേക്ക് തന്നെ ഇപ്പം ഞാൻ ആദ്യമേ തന്നെ നെയ്യ് ചേർത്തുകൊണ്ട് വീണ്ടും ചേർക്കുന്നില്ല. ആ നെയ്യിൽ തന്നെ നമുക്ക് ഒരു പട്ട ചേർത്ത് കൊടുക്കാം, ഒരു 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം, ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം, പിന്നെ നമ്മുടെ ഏലക്കായ 4 എണ്ണം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വലിയ ഏലക്കായ ബ്ലാക്ക് കാർഡമം എന്ന് പറയും, അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ചേർത്തിട്ടില്ല. ഈ നമ്മുടെ ഗ്രീൻ കാർഡമമാണ് ചേർത്തത് 4 എണ്ണം. പിന്നെ ഷാഹി ജീര എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് 1/4 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. പിന്നെ നമ്മുടെ സോമ്പ് എന്ന് പറയും ഫെനൽ സീഡ്സ്, അതും കൂടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ട് നമുക്ക് കുതിർത്ത് വെച്ച റൈസ് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം അതും ചേർത്ത് നെയ്യൊക്കെ നല്ലപോലെ ആ അരിയിൽ പറ്റുന്നത് ഒന്ന് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അരി പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവുകയില്ല. ഇനി ഞാനിത് കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക് നെടുകെ മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കുങ്കുമപ്പൂവ് പാലിൽ കുതിർത്ത്, നല്ല ചൂടുള്ള പാലിൽ 1/4 കപ്പ് പാലിൽ കുതിർത്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പാലും 1/4 കപ്പ് ചൂടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കണക്ക് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും, പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഒന്നും കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചിട്ട് നമുക്കത് ഞാനിത് ഈ അരി 2 വിസിൽ വരുന്നവരെ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഓരോ അരിയും വ്യത്യസ്തമായിരിക്കും, അതുകൊണ്ട് വേവിൻ്റെ അളവും വ്യത്യാസപ്പെടും. ഒരു വിസിൽ ചിലപ്പോൾ മതിയാകും. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്, വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും റൈസൻസും ചേർത്തിട്ട്, പിന്നെ പോമഗ്രാനൈറ്റ് കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. കാശ്മീരി പുലാവ് ആയതുകൊണ്ട് നമുക്ക് ഈ സാഫ്രോണും ആപ്പിളും ഒക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുക്കണം. ഞാൻ ഡ്രൈഡ് പൈനാപ്പിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് അതിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കാശ്മീരി പുലാവ് റെഡിയായി. ഇത് വളരെ സ്വാദുള്ള ഒരു പുലാവാണ്. അപ്പോൾ ഓണിയനോ ഒന്നും തന്നെ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നട്ട്സും പോമഗ്രാനൈറ്റും വെച്ച് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ ഇത് സെർവ് ചെയ്യാൻ റെഡിയാവും. ഇതിൻ്റെ കൂടെ റൈത്തയും വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ പനീർ കറിയോ എന്തെങ്കിലും കറിയും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.